വനവാസി മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നതാണ് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആലോചിക്കുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി നാരായണൻ. ഓരോ പ്രശ്നങ്ങളുടെയും പരിഹാരം കാണാൻ കൂട്ടായ പ്രവർത്തനം നടത്തുമെന്നും ഡോക്ടർ വി നാരായണൻ ജനം ടിവിയോട് പറഞ്ഞു. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ 20ാം വാർഷികാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഉത്കർഷ് എന്ന പേരിൽ 9 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ ചേർന്നു. സർ, ഉത്കർഷ് എന്ന പേരിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 9 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതി എന്താണ് ഈ ഉത്കർഷ് വിഭാവനം ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് അട്ടപ്പാടി കേന്ദ്രീകരിച്ച് പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ അത് ചിലതൊക്കെ അട്ടപ്പാടിയിൽ നിന്ന് മറ്റ് ട്രൈബൽ മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഓരോ പ്രൊജക്റ്റുകളും ആരംഭിച്ചിട്ടുള്ളത്. അട്ടപ്പാടിയിലെ വനവാസി ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിൽ ആരംഭിച്ച പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും ചില മോഡലുകളായിട്ട് ഡെവലപ്പായി വന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾക്ക് ഇനിയും വലിയ പരിഹാരങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഉത്കർഷ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു ആഘോഷ പരിപാടി എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവിധ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതായത് അതിൻ്റെ ബെനിഫിഷ്യറീസും അതിൽ പങ്കാളികളായ സന്നദ്ധ സംഘടനകൾ, ഗവൺമെൻറ് ഏജൻസികൾ, മറ്റ് ഇതിലേക്ക് പങ്കാളികളാവാൻ സാധ്യതയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു സംവാദമാണ് ഉദ്ദേശിക്കുന്നത്. സംവാദം എന്ന ആശയവിനിമയം, എങ്ങനെ എന്ത് കാര്യങ്ങൾ ഇനി ചെയ്യാം, കൂടുതൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ വിജയിച്ചത് ഏവയൊക്കെയാണ്, ആ വിജയിച്ച പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമായി നമുക്ക് സമൂഹത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ വരായികളെ പറ്റിയിട്ടുള്ള ചർച്ചകളും അതിനെ പറ്റിയിട്ടുള്ള വർക്ക്ഷോപ്പുകളും സിമ്പോസിയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഉത്കർഷ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഉത്കർഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഇൻ സെർച്ച് ഓഫ് ന്യൂ ഹൈറ്റ്സ് ആണ്, ഇനിയും പുതിയ ഉയരങ്ങളിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നേടിയതിനേക്കാൾ ഉപരി വലിയ വലിയ ഉയരങ്ങളിലേക്ക് ഈ ആദിവാസി വികസനം എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഉത്കർഷ് എന്ന് പറയുന്ന ഒരു സബരിയാണ്. ഒരു 9 മാസം നീണ്ടു നിൽക്കുന്ന ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്രോസസ്സാണ് ഉത്കർഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20 വർഷം മുമ്പ് ഇതിന് തുടക്കം കുറിക്കുമ്പോൾ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു. സ്ഥലപരിമിതി ആയാലും ശരി, ചുരുക്കിയ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നാണ് ഇത് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 20 വർഷത്തിന് ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ വിവിധ ശാഖകളായിട്ട് അല്ലെങ്കിൽ മറ്റ് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ മേഖലയിലും മാറ്റം വന്നു. ആ മേഖലയിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരാനാണ് കഴിഞ്ഞത്? അത് ആരോഗ്യ രംഗത്തായാലും ശരി, മറ്റു രംഗങ്ങളിലായാലും ശരി. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളൊരു ഓരോന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ ആരംഭിച്ചതാണ്. അപ്പോൾ മാനസികാരോഗ്യ പദ്ധതി ആയാലും അവിടുത്തെ മാതൃശിശു സംരക്ഷണ പരിപാടിയായാലും അങ്ങനെയുള്ള ഓരോ പ്രശ്നവും, കൗമാരപ്രായക്കാരുടെ ആരോഗ്യത്തിനുള്ളത്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതുപോലെ ഔഷധ സസ്യ കൃഷി, അവിടെ വനവാസി ഗ്രാമീണ മേഖലകളിൽ അവിടെ സ്ഥായിയായ കൃഷിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നവും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങിയത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അത് എത്രയും പെട്ടെന്ന് ഓരോ പ്രശ്നത്തിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ആവശ്യമായിരുന്നു, അതിനുള്ള നടപടികൾ ആവശ്യമായിരുന്നു. അത് ആരംഭിച്ചു. അത് ഇന്ന് പലതും അത് തുടക്കത്തിൽ നമുക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിന് വേണ്ട ആളുകൾ ഉണ്ടായിരുന്നോ, ശക്തി ഉണ്ടായിരുന്നോ എന്നുള്ളത് അന്ന് തുടങ്ങുന്ന സമയത്ത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു തടസ്സമായിരുന്നില്ല. പിന്നീട് ഓരോ സമയത്തും അതിന് വേണ്ടിയ ആളുകളും സാമ്പത്തിക പിന്തുണയും മറ്റുള്ളതും വന്നു ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു നല്ല പ്രവർത്തനത്തിന് എപ്പോഴും അതിന് പിന്തുണ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രവർത്തിക്കുന്ന ടീം വലുതായി, പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുള്ള ആശുപത്രിയുടെ വലിപ്പം, അതിനുള്ള ഡോക്ടേഴ്സിൻ്റെ ടീം, മെഡിക്കൽ ടീം, മറ്റ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ ഓരോന്നും ആവശ്യാനുസരണം കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പലതും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനത്തിലും അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിലുള്ള പിന്തുണയും അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ വിജയവും കിട്ടുമെന്നുള്ളതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ ഓരോ ബജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ ഈ വനവാസി വികസനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷെങ്കിൽ അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന
ആ ഒരു കൃത്യതയില്ലായ്മയാണോ ഇത് ആ ഭാഗങ്ങളിൽ വികസനങ്ങൾ ചെന്നെത്താത്തതിൻ്റെ ഒരു കാരണമായിട്ട് അങ്ങ് കാണുന്നത്? അല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യാഥാർത്ഥ്യം സർക്കാരിൻ്റെ പോലെയുള്ള സാമ്പത്തിക സ്രോതസ് വികസന പരിപാടികൾക്ക് മറ്റൊന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പല സമയത്തും പല പ്രവർത്തനങ്ങളും വിജയിക്കുന്നത് സർക്കാരിൻ്റെ ഒരു ശക്തമായ ഇൻ്റർവെൻഷൻ വരുന്ന സമയത്താണ്. സർക്കാർ അത് വലിയ ഒരു ഫോഴ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പല പ്രവർത്തനങ്ങളും വിജയിക്കാറുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിലും അങ്ങനെ പലതും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി അതിനൊരു നല്ല ഉദാഹരണമാണ്. വളരെ നല്ല സൗകര്യങ്ങളോടുകൂടി നടക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് ഓരോ സമയത്തും അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകളുടെ അവരുടെ ഒരു ഫോക്കസ്, അവരുടെ ഒരു പ്രവർത്തനം നടത്തുന്നതിലുള്ള കാര്യക്ഷമത, അങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാറുണ്ട്. വലിയ വിജയം ആ കാര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഓരോരുത്തരുടെയും ആ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അതാത് സ്ഥാനത്തിരിക്കുന്നവരുടെ എത്രത്തോളം നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു, അതനുസരിച്ച് ഗവൺമെൻറ് മിഷനറീസും ഗവൺമെൻറ് പ്രോഗ്രാംസും വിജയിക്കാറുണ്ട്, പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നവജാത ശിശു മരണം എന്നുള്ളത് ഒരു വലിയ നമ്പറിൽ അട്ടപ്പാടിയിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഒരു സംയുക്തമായ പ്രവർത്തനം കൊണ്ട്, എല്ലാ ഏജൻസികളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് നവജാത ശിശു മരണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വിജയം എന്നുള്ളത് മെല്ലെയാണെങ്കിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. എന്താണ് മെഡിക്കൽ മിഷന്റെ അടുത്ത വിഷൻ? മെഡിക്കൽ മിഷൻ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു 100 ബെഡുള്ള ഹോസ്പിറ്റലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഒരു 1-2 വർഷം കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അട്ടപ്പാടിയിലെ മെഡിക്കൽ സൗകര്യങ്ങൾ, അവിടുത്തെ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ പരമാവധി വികസിപ്പിക്കുക എന്നുള്ളതാണ്. 2, ഈ ഇടുക്കി അതുപോലെയുള്ള നിലമ്പൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള വനവാസി മേഖലകളിൽ ഈ പ്രവർത്തനത്തിൻ്റെ ബെനിഫിറ്റ്സ് എത്തിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. അത് മെഡിക്കൽ മാത്രമല്ല, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, തൊഴിൽ പരിശീലനം, ജീവനോപാധിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സ്കോപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, മറ്റ് വിദ്യാഭ്യാസ രംഗത്തും മിഷന്റെ പ്രവർത്തനങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അട്ടപ്പാടിയിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഒപ്പം ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തൊഴിൽ പരിശീലനമാണ് ഏറ്റവും വലിയൊരു ഇൻറ്റൻസീവായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം, അവർക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ, സ്വന്തം നിലയ്ക്ക് പല സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ശക്തമായിട്ട് നടക്കുന്നു. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നുണ്ട്. മെഡിക്കൽ മിഷന്റെ പ്രവർത്തനം ഈ മേഖലയിൽ, വനവാസി മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. തുടർന്നും അങ്ങനെ തന്നെ വർഷങ്ങളോളം ഉണ്ടാകട്ടെ എന്നും ഈ മേഖലയിലെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സഹായമാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.